Hey guys, welcome back to another video. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ്ലെസ് വിജറ്റും സ്റ്റേറ്റ്ഫുൾ വിജറ്റും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം സ്റ്റേറ്റ്ലെസ് വിജറ്റും സ്റ്റേറ്റ്ഫുൾ വിജറ്റിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഈ വീഡിയോയിനകത്ത് നമ്മൾ കവർ ചെയ്യും. അങ്ങനെ ഇനിറ്റ് സ്റ്റേറ്റ്ഫുൾ വിജറ്റിനകത്ത് കുറേ മെത്തേഡ്സ് ഉണ്ട്. സ്റ്റേറ്റ് ഇനിറ്റ് സ്റ്റേറ്റ് ഡിസ്പോസ് അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കും കേട്ടോ. അപ്പം സ്റ്റേറ്റ്ലെസ് വിജറ്റും സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ അകത്ത് ഡൗട്ട്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ട് വിജറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള വിജറ്റ് സ്റ്റേറ്റ്ലെസ് വിജറ്റും അങ്ങനെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റും. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേറ്റ്ലെസ് വിജറ്റ് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഡാട്ടിൽ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ആപ്പിൻ്റെ ഹോമായിട്ട് ഈ ഒരു ഡെമോ ക്ലാസ് ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെമോ ക്ലാസ്സിൻ്റെ അകത്ത് വന്നാൽ നമ്മളൊരു സ്കാഫോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വൈറ്റ് കളർ സ്ക്രീൻ കാണുന്നതാണ് സ്കാഫോൾഡ്. അങ്ങനെ തന്നെ സ്കാഫോൾഡിൻ്റെ ബോഡി ആയിട്ട് നമ്മളൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോളം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വെർട്ടിക്കലായിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മെയിൻ ആക്സിസ് മെഷർമെൻറ്റ് സെൻറ്ററും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ രണ്ട് ചിൽഡ്രൻസ് ആയിട്ട് ഒരു സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്നൊരു ക്ലാസ്സും അങ്ങനെ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഓറഞ്ച് കളറിലുള്ളത് സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സും അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേഷ് കളറിലുള്ളത്. ഓക്കെ, അപ്പം സ്റ്റേറ്റ്ലെസ് വിജറ്റിൻ്റെ അകത്ത് വരുവാണെങ്കിൽ നമ്മളിവിടെ ഒരു ലിസ്റ്റ് ടൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലിസ്റ്റ് ടൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ആദ്യം ഒരു ലീഡിങ് പോലെ ഒരു വിജറ്റ് ഇടാനും അങ്ങനെ ഒരു ടൈറ്റിൽ വരാനും അങ്ങനെ ഒരു ട്രെയിലിംഗ് എന്ന് പറഞ്ഞൊരു എൻഡിലൊരു സംഭവം വരാനാണ് ഞാൻ ലിസ്റ്റ് ടൈൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കളർ ഞാൻ ഓറഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലീഡിങ്ങിൻ്റെ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ടൈറ്റിലിൻ്റെ അകത്ത് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ട്രെയിലിങ്ങിൻ്റെ അകത്ത് ഒരു പ്ലസ് ഐക്കോൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ടെക്സ്റ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് നമ്മളുടെ കൗണ്ടർ വാല്യൂ ആണ് ഇട്ടിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള കൗണ്ടറിൻ്റെ വാല്യൂ ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ ഇവിടെ നമ്മൾ കൗണ്ടർ ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്കിവിടെ അസൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് കൗണ്ടറിൻ്റെ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല. ആ അസൈൻ ചെയ്താൽ നമുക്കിവിടെ എറർ വരുന്നുണ്ട്. കണ്ടില്ല, ആർഗ്യുമെന്റ് ടൈപ്പ് ഇൻറ്റ് കനോട്ട് ബി അസൈൻ ടു ദ പാരാമീറ്റർ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട് എറർ വരുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് എറർ വന്നോണ്ടുണ്ട്. സോ ഇത് എന്തിനാ വരുന്നത് വെച്ചാൽ നമ്മളിവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വിജറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ടർ ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിംഗ് ആണ്. പക്ഷെ നമുക്കിവിടെ പാസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻറ്റ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്കവിടെ എറർ വന്നിട്ടുള്ളത്. സോ അത് ഈ ഒരു ഇൻറ്റീജർ വാല്യൂ നമ്മൾ സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് .ടു സ്ട്രിംഗ് നമ്മൾ നേരത്തെ വരച്ച പോലെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അതങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് തന്നെ സ്റ്റൈലും ഫോണ്ട് സൈസും ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ട്രെയിലിംഗ്. ഓക്കെ അല്ലേ. അങ്ങനെ ഓൺ പ്രസ് പ്രോപ്പർട്ടീൻ്റെ അകത്ത് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു കൗണ്ടറിൻ്റെ വാല്യൂ പ്ലസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ പ്ലസ് ആയ വാല്യൂ നമുക്ക് പ്രിന്റ് ആവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്തപ്പോഴത്തേനും നമുക്കിവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഓൺ പ്രസ് പ്രോപ്പർട്ടിൻ്റെ അകത്ത് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തുകൊണ്ടാണ് നമുക്കിവിടെ നമ്മുടെ ടെർമിനലിൽ വാല്യൂ വന്നിട്ടുള്ളത് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 എന്ന് പറയുമ്പോൾ നമ്മുടെ കൗണ്ടറിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഇനീഷ്യൽ വാല്യൂ 0 ആയിരുന്നു. നമ്മൾ ഓൺ പ്രസ് ചെയ്തപ്പോഴത്തേനും കൗണ്ടർ പ്ലസ് പ്ലസ് ആയി, അതായത് ഒരു പ്രാവശ്യം ഇൻക്രിമെൻ്റ് ആയി. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ 1 കാണുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഇവിടെ പ്രിന്റിൽ നമുക്ക് 1 എന്ന് വന്നിട്ടുണ്ട് വാല്യൂ. അങ്ങനെ കൗണ്ടറിൻ്റെ വാല്യൂ അവിടെ 1 എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ നമ്മുടെ വിജറ്റിൻ്റെ അകത്ത് അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് റീബിൽഡ് ആവുന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്കവിടെ കാണാത്തത് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലോ സെയിം ഇൻറ്റീജർ ആയിട്ട് കൗണ്ടർ വാല്യൂബിൾ ഞാൻ സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം നമ്മൾ സ്റ്റേറ്റ്ലെസ് വിജറ്റിൻ്റെ അകത്ത് എന്താണ് ചെയ്തിട്ടുള്ളത് സെയിം അത് തന്നെ സെയിം വിജറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ചേഞ്ചസ് വരുത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓൺ പ്രസ് പ്രോപ്പർട്ടിൻ്റെ മാത്രമാണ് നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ഓക്കെ, എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ഒന്നുകൂടെ റീബിൽഡ് ആവും. സോ അന്നേരം നമുക്ക് ഈ ഒരു കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു വാല്യൂവിലേക്ക് അസൈൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ UI നമുക്ക് റെൻഡറായി കാണിക്കും. അതായത് നമുക്കിവിടെ ഡിസ്പ്ലേ ആവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കാം കേട്ടോ. പ്ലസ് സിമ്പറിൽ കണ്ടില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസ് ചെയ്തപ്പം നമ്മുടെ ഈ ഒരു കൗണ്ടറിൻ്റെ വാല്യൂ 1 എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റ്ലെസ് വിജറ്റിൽ നമ്മൾ പ്രസ് ചെയ്തപ്പോൾ എന്തായിരുന്നു, കൗണ്ടറിൻ്റെ വാല്യൂ 1 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ UI നമുക്ക് അവിടെ റെൻഡർ ആയിട്ടില്ലായിരുന്നു. കാരണം നമ്മളിവിടെ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്തത്, സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ നമുക്കിവിടെ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആണ് നമുക്ക് സെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്കിവിടെ സെറ്റ് സ്റ്റേറ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഒരു സ്റ്റേറ്റ്ലെസ് വിജറ്റിൻ്റെ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടൊരു ഫംഗ്ഷൻ വരുന്നില്ല. പക്ഷെ നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സെറ്റ് സ്റ്റേറ്റ് മാത്രമല്ല, അങ്ങനെ ഇനിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ബട്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു വിജറ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബട്ടനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേനും
നമുക്ക് എന്തെങ്കിലും UI ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. അപ്പം നമുക്ക് ആ ഒരു വാല്യൂ അസൈൻ നമ്മൾ എന്തെങ്കിലും ഒരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചേഞ്ചസ് വരുത്താൻ ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് UI നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ സ്റ്റേറ്റ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റേറ്റ് റീബിൽഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം റീബിൽഡ് ആയത് എങ്ങനെ മനസ്സിലാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇവിടെ നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ നമ്മൾ വരച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ബിൽഡ് ആകുമ്പോൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് എന്നും അങ്ങനെ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ഒരു പ്രാവശ്യം ബിൽഡ് ആകുമ്പോഴത്തേനും സ്റ്റേറ്റ്ലെസ് വിജറ്റ് നമ്മൾ ടൈപ്പ് വരച്ചിട്ടുണ്ട്. ഒരു പ്രിന്റ് ഫംഗ്ഷൻ അവിടെ വരച്ചിട്ടുണ്ട്. അത് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം നമുക്ക് അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പോഴാണ് നമുക്ക് വന്നത്, നമുക്കൊരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് മാത്രമായിട്ട് ഇവിടെ ബിൽഡ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് നമുക്ക് എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കിവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. അങ്ങനെ ഇത് പ്രിന്റ് ആവുകയും ചെയ്തു. നമുക്ക് ഒന്നുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമുക്ക് 2 എന്ന് വരും. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ബിൽഡ് എന്ന് പറഞ്ഞൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആവും. കണ്ടില്ലേ, നമ്മുടെ വാല്യൂ 2 എന്ന് വന്നു. ഇവിടെ 2 എന്ന് റെൻഡർ ആയിട്ടുണ്ട് നമ്മുടെ വിജറ്റിനകത്ത്. അങ്ങനെ നമ്മുടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ബിൽഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെന്തിനാണ് ഞങ്ങൾക്ക് പ്രിന്റ് ആണെന്ന് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പം സെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ്ഫുൾ വിജറ്റിൽ യൂസ് ചെയ്ത ക്ലാസ് ഫുള്ളായിട്ട് നമുക്ക് റീബിൽഡ് ആവും. അപ്പം റീബിൽഡ് ആകുമ്പോൾ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ റീബിൽഡ് ആവും. അങ്ങനെ ഈ ഒരു പ്രിന്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയി. സോ അതാണ് നമുക്കിവിടെ പ്രിന്റ് ഫംഗ്ഷൻ ഒന്നുകൂടെ കണ്ടത്. ബട്ട് നമ്മൾ സ്റ്റേറ്റ്ലെസ് വിജറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിലോ ഇവിടെ നമ്മൾ ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ സ്റ്റേറ്റ്ലെസ് വിജറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ 2 മാത്രം പ്രിന്റ് ആയിട്ടുള്ളൂ. പക്ഷേ നമുക്കവിടെ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. കാരണം ഈ ഒരു ബിൽഡ് മെത്തേഡ് അവിടെ ഒന്നും കൂടെ ബിൽഡ് ആയിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് ഒന്നുകൂടെ ബിൽഡ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് വിളിച്ചുകൊണ്ടാണ് ഒന്നുകൂടെ ബിൽഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ UI എവിടെയെങ്കിലും ഒരു വിജറ്റ് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, സെറ്റ് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് സംഭവത്തിലേക്ക് പോകാം. അങ്ങനെയാണ് നമ്മളിവിടെ സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ ഒരു മാറ്റം കൂടെ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇൻറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ =0 എന്ന് വരച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ വരച്ചിരിക്കുന്ന ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മളിവിടെ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് യൂസ് ചെയ്തപ്പം ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്തല്ല നമ്മൾ വരച്ചത്. പക്ഷെ ബിൽഡ് ഫംഗ്ഷന് നേരെ മേലായിട്ട് ഈ ഒരു ഓവറായിട്ട് കഴിഞ്ഞിട്ട് തന്നെ മേലായിട്ടാണ് വരച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ ഈ ഒരു വേരിയബിൾ നമ്മൾ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ അകത്ത് വരയ്ക്കുവാണെങ്കിൽ നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. വരയ്ക്കുവാണെങ്കിൽ എന്നാ സംഭവിക്കുന്നു നമുക്ക് നോക്കാം കേട്ടോ. നമുക്കിവിടെ ഓൺ പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സെറ്റ് സ്റ്റേറ്റ് വിളിച്ചിട്ട് ഒന്നുകൂടെ റീബിൽഡ് ആയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഔട്ട്പുട്ട് വരണം അല്ലേ. ഇപ്പോൾ 0 ഉള്ളത് 1 വരണം. അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പ്രസ് ചെയ്യുവാണെങ്കിലോ ഇവിടെ നമുക്ക് പ്രിന്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, റീബിൽഡ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എക്സിക്യൂട്ട് ആയിട്ടില്ല. അതായത് സ്റ്റേറ്റ്ലെസ് വിജറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തത് അങ്ങനെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ UI നമുക്ക് അവിടെ റെൻഡർ ആയിട്ടില്ല. കാരണം ഈ ഒരു വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ബിൽഡ് ഫംഗ്ഷന് മേലെ ആയിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ അത് നമുക്ക് വാല്യൂ അസൈൻ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ബിൽഡ് ആവില്ല കേട്ടോ. സോ അതുകൊണ്ട് എപ്പോഴും സ്റ്റേറ്റ്ഫുൾ വിജറ്റ് യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും വേരിയബിൾസ് ഒക്കെ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡ് ഫംഗ്ഷന് മേലെ ആയിട്ട് ഒരു ഗ്ലോബൽ വേരിയബിൾ പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ലോക്കൽ വേരിയബിൾ പോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ അല്ലേ. സോ നമ്മൾ ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു വാരിയബിൾ ഇട്ടുകൊണ്ടായിരുന്നു നമുക്ക് സ്റ്റേറ്റ് റീബിൽഡ് ആയിട്ട് നമുക്കിവിടെ കാണാമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ മേലെ യൂസ് ചെയ്തിട്ടുണ്ട്, മേലെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം, കണ്ടില്ല, 1 എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ബിൽഡും ആയിട്ടുണ്ട്, ഫംഗ്ഷൻ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ബിൽഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ 1 വന്നിട്ടുണ്ട്, കണ്ടില്ല, പ്രസ് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് സ്റ്റേറ്റ്ലെസ് വിജറ്റും സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ അകത്ത് നമ്മളിപ്പം നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ സെറ്റ് സ്റ്റേറ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ അകത്ത് ഇനിയും കുറച്ച് ഫംഗ്ഷൻസ് അതിൻ്റെ അകത്ത് തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് അതെവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഓവറായിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്ലവർ ബാക്ക് ആയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ അകത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇനിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. ഇനിറ്റ് സ്റ്റേറ്റ്, അങ്ങനെ ഡിസ്പോസ് മെത്തേഡ് എല്ലാം ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഓരോരോ ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് വരച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡിസ്പ്ലേ ആകും. അങ്ങനെ തന്നെ ഈ ഒരു ഡിസ്പോസ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമുക്ക് ടെർമിനൽ ഡിസ്പ്ലേ ആകും. അങ്ങനെ ഈ ഒരു സംഭവം വിളിക്കുമ്പോൾ നമുക്ക് ഡിറ്റ് ചേഞ്ച് ഡിപ്പെൻഡൻസി ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡിസ്പ്ലേ ആകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ആകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓർഡർ റീസ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യം നമ്മുടെ സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. അതെങ്ങനെ വിളിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു കോളമിൻ്റെ അകത്ത് സ്റ്റേറ്റ്ലെസ് വിജറ്റാണ് പാസ് ചെയ്തത്. സോ അതുകൊണ്ട് നമ്മൾ ഈ ആ ഫംഗ്ഷൻ്റെ അകത്ത് വന്നപ്പോഴത്തേനും ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ ആദ്യം കോളായി. സോ അതുകൊണ്ട് ഇവിടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റ്, ആ ഒരു സ്റ്റേറ്റ്ലെസ് വിജറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് സ്റ്റേറ്റ്ഫുൾ വിജറ്റ്. ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേനും ഈ ഒരു മെത്തേഡിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇനിറ്റ് സ്റ്റേറ്റ് ആണ് ആദ്യം വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇനിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പ്രിൻറ്റ് ഫംഗ്ഷൻ അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിസ്പോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്കവിടെ ഡിസ്പ്ലേ ആയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അത് നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ അയക്കുന്നതാണ് ഡെഡ് ചേഞ്ച് ഡിപ്പെൻഡൻസി. ഓക്കെ, ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിൽഡ് ഫംഗ്ഷൻ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഓർഡർ വൈസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ടുള്ളത്. അതായത് ആദ്യം ഇനിറ്റ് സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് ഡെഡ് ചേഞ്ച് ഡിപ്പെൻഡൻസി, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിൽഡ് ഫംഗ്ഷൻ റീബിൽഡ് ആയിട്ടുള്ളത്, അല്ലേ? അപ്പം നമ്മൾ എപ്പോൾ റീബിൽഡ് ചെയ്താലും ഓർഡർ റീസ്റ്റാർട്ട് ചെയ്താലും ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ വിളിക്കുന്നതാണ് നമ്മുടെ ഇനിറ്റ് സ്റ്റേറ്റ് എന്നൊരു ഫംഗ്ഷനാണ് ആദ്യം വിളിക്കുന്നത് കേട്ടോ, ആദ്യം കോൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്താലും ഒറ്റൊരു പ്രാവശ്യം മാത്രമേ ഇത് റീബിൽഡ് ആവുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് നമുക്ക് കാണാം. സേവ് ചെയ്തതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് ടെർമിനലൊന്നുമില്ല. നമുക്കിപ്പോൾ ഹോട്ട് റീലോഡ് ചെയ്യാം. റീസ്റ്റാർട്ട് അല്ല, റീലോഡ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഡെഡ് ചേഞ്ച് ഡിപ്പെൻഡൻസി അവിടെ പ്രിൻ്റ് ആയിട്ടില്ല. അങ്ങനെ തന്നെ നമുക്കിവിടെ ഇനിറ്റ് സ്റ്റേറ്റ് നമുക്ക് പ്രിൻ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്ഫുൾ ഈ ഒരു ബിൽഡ് ഫംഗ്ഷനകത്തുള്ള ഈ ഒരു പ്രിൻറ്റ് ഫംഗ്ഷൻ മാത്രമേ പ്രിൻ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്ലെസ് വിജറ്റിനകത്തുള്ള സംഭവം, അല്ലേ? പക്ഷെ നമുക്കിവിടെ ഇനിറ്റ് സ്റ്റേറ്റും ഡെഡ് ചേഞ്ച് ഡിപ്പെൻഡൻസിയും ഈ ഒരു ഡിസ്പോസ് മെത്തേഡ് ഒന്നും പ്രിൻ്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഒറ്റൊരു പ്രാവശ്യം മാത്രമേ അത് റീബിൽഡ് ആവുള്ളൂ. ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പേജിനകത്ത് കോൾ ചെയ്യുമ്പം ഒരു പ്രാവശ്യം മാത്രമേ ക്രിയേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റും പിന്നെ ഡെഡ് ചേഞ്ച് ഡിപ്പെൻഡൻസി എപ്പോഴാണ് നമ്മുടെ ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു API അല്ലെങ്കിൽ ഫയർ ബേസ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺട്രോളേഴ്സ് ഒക്കെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അന്നേരമൊക്കെ നമ്മൾ ഈ ഒരു ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ്റെ അകത്തോ അല്ലെങ്കിൽ ഈ ഒരു പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഹോട്ട് റീലോഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീബിൽഡ് ചെയ്യുമ്പോഴോ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേറ്റ് റീബിൽഡ് ആവുമല്ലോ. അന്നേരം നമ്മൾ റീബിൽഡ് ചെയ്യുമ്പോഴോ അന്നേരമൊക്കെ ആ ഒരു API കോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് ഇടുവാണെങ്കിൽ ആ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പം വൺസ് മാത്രമേ അത് കോൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ യൂണിറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഡിസ്പോസ് മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു പേജ് നമ്മൾ അതായത് ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ക്ലോസ് ചെയ്താൽ നമുക്കിവിടെ പ്രിൻറ്റ് മെത്തേഡ് കാണില്ല. കാരണം ആപ്ലിക്കേഷൻ ക്ലോസ് ആകുന്നതുകൊണ്ട് നമുക്കിവിടെ പ്രിൻറ്റ് മെത്തേഡ് വരില്ല. പക്ഷെ നമ്മളിപ്പം ഒരു ഹോം പേജിന് ഡീറ്റെയിൽസ് പേജിലേക്ക് പോയി, അങ്ങനെ ഡീറ്റെയിൽസ് പേജ് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിക്കണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആണ്. അന്നേരമൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിസ്പോസ് മെത്തേഡൊക്കെ ഹെൽപ്ഫുൾ ആകുന്നത് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും കൺട്രോളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് ഫ്യൂച്ചർ അഡ്വാൻസ് വീഡിയോസിലൊക്കെ നമുക്ക് പോകാം. ഇപ്പം അത്യാവശ്യം ബേസിക്സ് ഒക്കെ മനസ്സിലായിട്ടും വിചാരിക്കുന്നു. സ്റ്റേറ്റ്ലെസ് വിജറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് മനസ്സിലായിട്ടും വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ഒരു ടിപ്പും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ്ഫുൾ വിജറ്റ് വയ്ക്കാൻ STF എന്ന് വരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് ക്ലാസിൻ്റെ പേര് വരച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വിജറ്റ്സ് ഈ ഒരു ബിൽഡ് ഫംഗ്ഷനകത്ത് നമുക്ക് വരയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്ലെസ് വിജറ്റും സ്റ്റേറ്റ്ഫുൾ വിജറ്റും യൂസ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.